എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഇന്ന് നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ വസുമതി ആണെങ്കിൽ സത്യഭാമയുടെ അടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ സത്യഭാമയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ ഒരുങ്ങിക്കെട്ടിപ്പോകുന്നത് നിങ്ങളുടെ വീടിൻ്റെ ലേലം ഇന്ന് നടക്കുകയാണ്, അതിനാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രാഘവൻ നായരും സത്യഭാമയും വളരെ വിഷമത്തോടു കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശാരദ ടീച്ചറുടെ കൂടെ നിൽക്കുന്ന പണിക്കാരെ ആണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു വഴക്കുണ്ടാക്കിയിട്ട്, അത് വേറൊന്നുമില്ല, പിള്ള പറഞ്ഞൊരു തന്ത്രപരമായ നീക്കമാണ്. അങ്ങനെ ശാരദയെ അവരെ ഇവിടുത്തെ പണിക്കാരിയായിട്ട് സത്യഭാമ എടുക്കുകയാണ്. പിന്നീട് ലേലം നടക്കുന്ന വീടാണ് കാണിക്കുന്നത്. അങ്ങനെ ലേലത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും വന്നു. അപ്പോൾ 2-3 ഗുണ്ടകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരാണെങ്കിൽ പറയുന്നു, ഇത് എന്താ പറയുക, ഇനി ആരെയും കയറ്റാൻ പാടില്ല, വരുന്നവരെയൊക്കെ നല്ലോണം സെർച്ച് ചെയ്തിട്ട് വേണം വിടാൻ വേണ്ടി. അങ്ങനെ 2 പേര് കാറിൽ വന്നിറങ്ങുന്നു. അപ്പോൾ ആരാന്നൊക്കെ ചോദിക്കുന്നു. ലേലത്തിൽ പങ്കെടുക്കാനാണ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, എന്നാൽ ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലേലത്തിൽ പങ്കെടുക്കാം. അങ്ങനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, എന്താ ഇവിടെയെന്ന്. അപ്പം ഇവിടെയാണ് ചായ സൽക്കാരം, വടയും ചായയും ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉപേന്ദ്രനാണെങ്കിൽ 2 വടയും അതിലൊരു കത്തിയുമായിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ അവർക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും ഉപേന്ദ്രൻ നന്നായി സൽക്കരിച്ച് തന്നെ വിടുകയാണ്. അപ്പോൾ പറയുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ പറയുന്നു, ഞങ്ങൾക്ക് ഈ ലേലമൊന്നും വേണ്ട, ഞങ്ങൾ പോയിക്കോളാം എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ്. പിന്നീട് അങ്ങ് ലേലം തുടങ്ങുകയാണ്. ലേലം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും നിൽക്കുന്നു. നമ്മുടെ വസുമതി വന്നിട്ടില്ല. അപ്പോഴത്തേന് ലേലത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ലേലം വിളി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ രോഹിത്താണ് ഫസ്റ്റ് ലേലം വിളിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. 15 കോടി 10 ലക്ഷം എന്ന് പറയുന്നു. അപ്പോൾ ലേലത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ പറയും 15 കോടി 10 ലക്ഷം, ഒരു തരം 2 തരം ഇങ്ങനെ പറയുന്ന സമയത്ത് കാറിൽ നിന്ന് വസുമതി വരുന്നു. അങ്ങനെ ലേലം ഉറപ്പിക്കാൻ വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ 15,10,500,000 രൂപ എന്ന് വസുമതി പറയും. അത് 1 തരം 2 തരം 3 തരം എന്നൊക്കെ 3 തരം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രോഹിത്താണെങ്കിൽ നമ്മുടെ സുസ്മിതയെ നോക്കുക. അപ്പോൾ സുസ്മിത പറയും, വിളിച്ചോളാൻ പറയും. അങ്ങനെ 15 കോടി 11 ലക്ഷം എന്ന് പറയും. അപ്പോൾ അവർ പറയും 1 തരം 2 തരം. അപ്പോൾ നമ്മുടെ വസുമതി ആണെങ്കിൽ അത് 15 കോടി 11,500,000 രൂപയെന്ന് വീണ്ടും പറയുകയാണ്. അങ്ങനെ അതും 1 തരം 2 തരം എന്നിങ്ങനെ പറയുകയാണ്. പറയുന്ന സമയത്ത് അവർ ലേലത്തിൻ്റെ ടീ ബ്രേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ചായ സൽക്കാരത്തിന് ഒരുങ്ങുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശാലിനിയുടെ കൂടെയുള്ള പുള്ളിക്കാരിയാണെങ്കിൽ നമ്മുടെ ശാലിനിയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്, ഇങ്ങനെയാണ് സംഭവങ്ങളെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വസുമതി വന്നത് ഉപേന്ദ്രനും നമ്മുടെ ചന്ദ്രബോസിനും പിടിച്ചിട്ടില്ല. അപ്പോൾ സുസ്മിതയോട് പറയും, നീ പോയി സംസാരിച്ചിട്ട് ഒന്നെങ്കിൽ അവരെ നല്ല രീതിയിൽ മാറ്റുക, അല്ലെങ്കിൽ ബാക്കി പണി നമുക്ക് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വസുമതിക്ക് എന്തോ ഫോൺ വന്ന് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ സുസ്മിതയെ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ സുസ്മിത പോയി നല്ല രീതിയിലൊക്കെ പറയുന്ന സമയത്ത് വസുമതി കേൾക്കുന്നില്ലല്ലോ അവരുടെ സഭാജനം. അങ്ങനെ ചന്ദ്രബോസ് ഭീഷണിപ്പെടുത്തി അവരെ ആ ലേലത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെ പിന്നീട് വീണ്ടും ലേലം തുടങ്ങുകയാണ്. ലേലം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രോഹിത് വീണ്ടും വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒരു കാറ് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരും. അത് ആരാണെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ അയാൾ 15 കോടി 13 ലക്ഷം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചിങ്ങനെ നോക്കുകയാണ്. അത് ആരാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അത് എന്തായാലും ശാലിനിയെ ഏർപ്പാടാക്കി ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ്ണു ഏർപ്പാടാക്കി ആരെങ്കിലും ആയിരിക്കാം. ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡ് കാണാനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.